റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അമൽ. അമൽ എവിടുന്നാണ്? മൂതൂർ. അമൽ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ് അല്ലേ? എന്തൊക്കെയാ റമദാൻ വിശേഷങ്ങള്? എന്തൊക്കെയുണ്ട് റമദാൻ വിശേഷങ്ങൾ? കുഴപ്പമൊന്നുമില്ല അല്ലേ? പുതിയ വിഭവങ്ങളൊക്കെ പരീക്ഷിച്ചോ? ഏതാ ഉണ്ടാക്കിയത്? എല്ലാ വെറൈറ്റി. ഒരു വെറൈറ്റീസിന്റെ പേര് പറഞ്ഞാലോ? ഏതെങ്കിലും ഒരു വെറൈറ്റീസിന്റെ പേരൊന്ന് പറ. ചട്ടിപ്പത്തിരി. നമ്മള് ചോദ്യത്തിലേക്ക് കടക്കാം. മുഅ്തത്ത് നടന്ന വർഷം ഏതാണ്? മുഅ്തത്ത് യുദ്ധം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഹിജറ 7, 8, 9. മുഅ്തത്ത് യുദ്ധം കേട്ടില്ലേ? അത് നടന്നത് എന്നാണെന്നാ ചോദ്യം. ഹിജറ 7, 8, 9. ഏഴാണോ? ഉറപ്പിക്കാം? സംശയമുണ്ടോ? മുഅ്തത്ത് നടന്ന വർഷമാണ് ചോദിച്ചത് കേട്ടോ. മുഅ്തത്ത് യുദ്ധം നടന്ന വർഷം. 2, 8 അല്ലേ? 8 ഉറപ്പിക്കാം അല്ലേ? അപ്പൊ അമല് പറഞ്ഞിട്ടുള്ളത് മുഅ്തത്ത് യുദ്ധം നടന്ന വർഷം ഹിജറ 8 എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. നല്ലൊരു സന്തോഷമുണ്ട് അല്ലേ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പങ്കെടുത്ത യുദ്ധം ഏതായിരുന്നു? ഓപ്ഷൻ 1 തബൂക്ക്, 2 ഉഹദ്, 3 ബദർ. തബൂക്ക്, ഉഹദ്, ബദർ. ഓപ്ഷൻ 1 തബൂക്ക്. തബൂക്ക് യുദ്ധം എന്നാ പറഞ്ഞത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളത് തബൂക്ക് യുദ്ധം എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. അതിന് ഉത്തരം പറഞ്ഞാലേ സമ്മാനം ലഭിക്കൂ. ചോദിക്കട്ടെ. മസ്ജിദുൽ ജുമുഅ എന്ന പേരുള്ള പള്ളി ഏതാണ്? പേരുള്ള പള്ളി ഏതാണ്? ഓപ്ഷൻസ് മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം.
മസ്ജിദുൽ അഖ്സ. ഒന്നുകൂടി പറയും ഓപ്ഷൻസും. ഒന്ന് മസ്ജിദുൽ അഖ്സ, ആ ഒന്ന് മസ്ജിദുൻ നബവി, ആ ഒന്ന് മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം. സുലറാമാണോ? ഒരു ജുമുഅ എന്ന് പേരുള്ളതാണ്. മസ്ജിദുൽ നബവി. നബവി. ആ മസ്ജിദ് നബവി എന്ന ഉത്തരം ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഓക്കെ ഇനി മാറ്റാൻ പറ്റൂല. ഓക്കെ ഓക്കെ. നിങ്ങൾ ആദ്യം മസ്ജിദുൽ ഹറാം പറഞ്ഞു, പിന്നെ നേരെ ഒറ്റ ചാട്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്ക്. ഈ രണ്ട് മസ്ജിദിൽ നോക്കിയപ്പോൾ ജുമാ എന്ന് കിട്ടിയില്ല. പിന്നെ എങ്ങനെ മസ്ജിദ് നബവി ഉറപ്പിച്ചു? ഹലോ അമൽ. ആ പറഞ്ഞു. എന്താണ് മസ്ജിദുൽ നബവി ഉറപ്പിക്കാൻ എന്താ കാരണം? കാരണം ഒന്നുമില്ല. ഒന്ന് കറക്കി കുത്തിയതാണോ? അതെ, കറക്കി കുത്തിയത് തന്നെ. സമ്മാനം കിട്ടുമോ നോക്കുക അല്ലേ? ആ ഉത്തരം ശരിയായ സമ്മാനം ഉണ്ടാകും, ഇല്ലെങ്കിലോ സമ്മാനം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. സമ്മാനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? കിട്ടുന്ന പ്രതീക്ഷ പഠിച്ചവന്റെ. എന്നാൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം നബവി എന്ന ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. അപ്പൊ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സിനാൻ. സിനാൻ. സിനാൻ എവിടുന്നാ? കൊള്ളൂരി. എവിടെ? കൊള്ളന്നൂരോ? ആ സിനാൻ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. പഠിക്കുകയാണല്ലേ. എത്രാം ക്ലാസ്സിലാണ്? 7. 7. എങ്ങനെയുണ്ട് പഠനമൊക്കെ? ഉഷാറല്ലേ? ആ സിനാന് പാട്ടൊക്കെ പാടുവോ? ഏ പാട്ട് പാടുവോ? ഇല്ല. ഏയ്, പാടുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ സിനാനെ. ഒരു പാട്ട് പാടിയല്ലോ. ഫുട്ബോൾ കളിക്കും അല്ലേ? ഫുട്ബോൾ ആരാ? ഫുട്ബോളൊക്കെ എങ്ങനെ? ബാക്കാണോ, ഫോർവേഡ് ആണോ, സെൻട്രൽ ഫോർവേഡ് ആണോ? ഫോർവേഡ്. ഗോളൊക്കെ അടിക്കാറുണ്ടോ? ഗോൾ അടിക്കണ സമയത്ത് പോസ്റ്റിന്റെ അടുത്ത് പോയിക്കലാണോ? അല്ലല്ലേ. ചോദ്യത്തിലേക്ക് കടക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ. മദീനയിൽ നിന്നും ബദറിലേക്കുള്ള ദൂരം എത്രയാണ്? മദീനയിൽ നിന്നും ബദറിലേക്കുള്ള ദൂരം എത്രയാണ്? ഓപ്ഷൻ 135, 137, 140. ഏതാ ശരി സിനാൻ? 140 ആണോ? ഉറപ്പിക്കാം? ഉറപ്പിച്ചു. 140 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 135 ആണ് കേട്ടോ. സിനാൻ, ഹലോ. 135 ആണ്. വീണ്ടും വിളിക്കേട്ടോ. ശരി. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹന്ന മറിയം. ഹന്ന മറിയം, ഹലോ. ഹന്നക്ക് കേൾക്കുന്നുണ്ടോ? ഹന്ന മറിയം എന്ത് ചെയ്യുന്നു?
ഏ രണ്ടാം ക്ലാസ്. എവിടെയാണ് പഠിക്കണത്? രണ്ടാം ക്ലാസ്സില്. ഏത് സ്കൂളിലാ? ദാറുദായ. ദാറുൽ ഹിദായയിൽ അല്ലേ? ആ. ഒരു പാട്ട് പാടൂ. ആ. എന്നാ പാടൂ. ആ നബി നബി. പാടിക്കോളി പാടിക്കോളി. ഉഷാറായിട്ടുണ്ട് കേട്ടോ. ചോദ്യം ചോദിക്കട്ടെ? അവിടെ ആരൊക്കെ ഉള്ളത്? അവിടെ ആരൊക്കെയാണ് ഉള്ളത്? എല്ലാരും വിളിച്ച് അടുത്ത് നിർത്തിക്കോളൂ ട്ടോ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത് എവിടെയാണ്? മദീന, മക്ക, ത്വായിഫ്. മദീന, മക്ക, ത്വായിഫ്. എവിടെയാണ്? മക്ക. മക്ക എന്ന ഉത്തരം ഉറപ്പിക്കാമോ? സംശയമില്ല. ത്വായിഫ്. ഏതാ ഉറപ്പിക്കേണ്ടത്? ത്വായിഫ് ഉറപ്പിക്കാം അല്ലേ? ഹന്നാ മറിയം പറഞ്ഞുള്ളത് ത്വായിഫ് എന്നാണ്. എന്നാൽ ആ ത്വായിഫ് എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം മദീനയാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആര്? അമ്ന. അമ്ന എവിടുന്നാണ്? എടപ്പാൾന്ന്. അമ്ന എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യണില്ലേ? എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നല്ല ചൂടാണല്ലേ? എന്തായാലും അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ചോദ്യത്തിലേക്ക് കടക്കാം. ബദർ യുദ്ധം നടന്നത് ഹിജ്റയുടെ എത്രാം വർഷമാണ്? ബദർ യുദ്ധം നടന്നത് ഹിജ്റയുടെ എത്രാം വർഷമാണ്? ഓപ്ഷൻ വേണോ? ഹിജ്റ 1, ഹിജ്റ 2, ഹിജ്റ 3. ബദർ നടന്ന ഹിജ്റ വർഷം. ബദർ യുദ്ധം നടന്നത് ഹിജ്റ എത്രാം വർഷത്തിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഹിജ്റ 1, ഹിജ്റ 2, ഹിജ്റ 3. ഹിജ്റ 2. ഹിജ്റ 2 എന്നാണ് അമ്ന പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഉമ്മു കുൽസൂ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്നാണ്? ഉമ്മു കുൽസൂ ബീബി വഫാത്തായത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഹിജ്റ 8, ഹിജ്റ 9, ഹിജ്റ 10. ഹിജ്റ 8 ഉറപ്പിക്കാം.
ആ. സംശയമില്ല. ഇല്ല. ഹിജറ 8 ഉറപ്പിക്കാം. ആ. ഹിജറ 8 എന്നാണ് അമ്ന പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ആ. ശരിയായ ഉത്തരം ഹിജറ 9 ആണ് കേട്ടോ. ആ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിഗസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.